നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എഴുത്തുപുര വീടിനെ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ലക്ഷ്മിയമ്മയാണ് പണം കൊടുത്തതെന്നുള്ള സത്യം പല്ലവി അറിയുവാണ്. ഇതറിഞ്ഞപ്പോ പല്ലവി സേതുവിനോട് ചോദിച്ചു, സേതുവേട്ട സത്യമാണോ പറയണേ? ഞാനിതിനെ കള്ളത്തരം പറയണേ? ഓഹോ, അപ്പൊ സേതുവേട്ടന് എന്നെ അത്രയ്ക്ക് ജീവനല്ലേ? അതെന്താ പല്ലവി അങ്ങനെ പറഞ്ഞേ? അല്ല, സേതുവേട്ടന്റെ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ലക്ഷ്മിയമ്മയോട് പണം ചോദിക്കില്ലായിരുന്നു. എനിക്കറിയാലോ സേതുവേട്ടന്റെ മനസ്സ്. ഇന്ന് വരെ ഒന്നും മിണ്ടാൻ പോലും കൂട്ടാക്കാത്ത ആളാ. അപ്പൊ പിന്നെ എന്നെ അത്ര ഇഷ്ടമായതുണ്ടല്ലേ? സേതു പറഞ്ഞു, ഞാൻ നോക്കിയോ വേറൊരു മാർഗമില്ലായിരുന്നു നിന്നെ രക്ഷിക്കാനായിട്ട്. അപ്പൊ ശ്രീഹരിയാണ് വിളിച്ചു ചോദിച്ചത്. എനിക്ക് സന്തോഷമായി. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, വിഷമിക്കേണ്ട സേതുവേട്ട, നമുക്ക് ആ പണം തിരികെ തരാം, തിരികെ കൊടുക്കാം. പക്ഷെ ആ സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് ഒരാൾ വന്നല്ലോ. അത് സേതുവേട്ടനോട് അത്ര ഇഷ്ടമുണ്ടായിട്ടാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു തന്നെ. അല്ലെങ്കിൽ പിന്നെ അമ്മ ഇങ്ങനെ ചെയ്തു വരുമെന്ന് സേതുവേട്ടന് തോന്നുന്നുണ്ടോ? സേതുവിന് അത് നന്നായിട്ടറിയാം, തൻ്റെ അമ്മയ്ക്ക് തന്നോട് അത്ര ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. ഈ സമയത്ത് മൂർത്തി ലക്ഷ്മിയമ്മയോട് കാണുവാണ്. അപ്പം മൂർത്തി ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, മാഡം, നമ്മൾ ഈ പണം എടുത്ത കാര്യം എങ്ങനെ ആരെങ്കിലും അറിയുമോ? ആരറിയാനാ മൂർത്തി? അതിനെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പണമല്ലേ, അത് ശരിയാ. പക്ഷെ എങ്ങാനും പുറത്തെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ അറിഞ്ഞ പ്രശ്നമാവില്ലേ? അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മൂർത്തി നീ വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ. എനിക്കതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ടെൻഷനാണ്. ഇനിയിപ്പോൾ വേണുവേട്ടൻ എങ്ങനെ അറിഞ്ഞാൽ അതാ എനിക്കും പേടി. വേണു സാർ അറിഞ്ഞ പ്രശ്നമാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, സേതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവോ ആർക്കെങ്കിലും? ലക്ഷ്മൺ പറഞ്ഞു, അറിയത്തില്ല. വേണുവേട്ടനോ മയൂരിക്കോ അറിയത്തില്ല. അവരിതെങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പോലും അറിയത്തില്ല. അതുപോലെ തന്നെ സേതുവിനും ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ലോ. എനിക്ക് ഓർക്കുമ്പോൾ തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് മൂർത്തി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത്രയും കാലം സംഭവിച്ചില്ലോ, ഇനി സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് പോയി. മൂർത്തിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മൂർത്തിക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ഇനിയിപ്പം നാളെ പിടിക്കപ്പെട്ടാൽ ലക്ഷ്മിയമ്മയ്ക്ക് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ട കാര്യം വരും എന്ന് പറയാം. ആ സമയത്ത് പല്ലവി മാഷിന്റെ അടുത്തേക്ക് ഒന്ന് മാഷിന് കഴിക്കാനുള്ള ഗുളിക കൊടുത്തു. അല്ല, ഇതെന്താ അച്ഛാ, അച്ഛൻ മറന്നുപോയോ? ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല മറവിയ. പിന്നെ അച്ഛനൊരു മാഷല്ലായിരുന്നോ? പിള്ളേരെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ വള്ളി വിള്ളി വിടാതെ പഠിച്ച് പോയി പ്രസന്റ് ചെയ്യുന്ന ആളാ. എന്നിട്ടാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അത് മുമ്പല്ലായിരുന്നോ? ഇപ്പൊ ഏകദേശം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ? അങ്ങോട്ടേക്ക് വന്ന് ശോഭ പറഞ്ഞു, പിന്നെ എപ്പോ പറഞ്ഞാലും ഇത് മാത്രമേ പറയാനുള്ളൂ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോലും. ഒന്നും മിണ്ടായിരിക്കുന്നേ മാഷേ. മാഷ് പറഞ്ഞ്, കൃത്യസമയത്ത് അവന് സേതു കൊണ്ട് പണം തന്നില്ലായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നോ? ശോഭ പറഞ്ഞു, അത് ശരിയാ. എന്നാലും എവിടുന്നായിരിക്കും മോളെ ആ പണം കിട്ടിയത് സേതുവിന്? ഒരു പക്ഷേങ്കില് പൂർണ്ണാമ്മ കൊടുത്തായിരിക്കുമല്ലേ? പൂർണ്ണാമ്മ അവനെ മോനെ പോലെയല്ലേ സ്നേഹിക്കുന്നത്? അല്ല, പൂർണ്ണാമ്മ കൊടുത്തല്ല, പിന്നെയോ അത് കൊടുത്ത ലക്ഷ്മിയമ്മയാ. ലക്ഷ്മിയമ്മയോ? അത് ലക്ഷ്മിയമ്മയാ പണം കൊടുത്തേ. അല്ല മോളെ, ലക്ഷ്മിയമ്മയായിട്ട് അവൻ അത്ര ചേർച്ചലായിരുന്നല്ലോ. മോൾ അങ്ങനെയല്ലേ പറഞ്ഞേ? അതൊക്കെ ശരിയാ. പക്ഷെ ഒരു ആപത്ത് വന്നു കഴിയുമ്പോൾ സഹായിക്കാതിരിക്കില്ലല്ലോ. അങ്ങനെ ലക്ഷ്മിയമ്മയെ സഹായിച്ചേ. അത് കേട്ടതും ശോഭ പറഞ്ഞു, അല്ലെങ്കിൽ സ്വന്തം പെറ്റമ്മയല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അവരൊരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? അമ്മയെ കൂട്ടിക്കൊണ്ട് വന്ന് സേതു കൂടെ നിർത്തില്ലേ? അതുകൊണ്ട് പിന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊന്നും നടക്കില്ലമ്മേ. അതെന്താ? അത് ലക്ഷ്മിയമ്മയ്ക്ക് വേറെ ഭർത്താവും ഒരു മോളും ഉണ്ട്. ഭർത്താവും മോളും ഉണ്ടെന്നോ? അതെ. അല്ല, സേതുവിന് ഈ കാര്യത്തെക്കുറിച്ച് അറിയാവോ? ഇല്ല, സേതുവേട്ടന് ഇതിനെക്കുറിച്ച് ഇതുവരായിട്ടും ഒന്നും അറിയില്ല. സേതുവേട്ടൻ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ ശോഭയ്ക്കും മാഷിനും ഒക്കെ നല്ല വിഷമമായി. അതേസമയം ശൈലജയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആണോ? ശരി ശരി. എന്നാ കോള് കട്ട് ചെയ്തു. നേരെ വേണുവിൻ്റെ അടുത്തേക്ക് വരിക. അപ്പൊ വേണു കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വേണുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വേണുവേട്ടനും കൂടെ അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. എന്ത് കാര്യങ്ങള്? അല്ല, അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ച ലക്ഷ്മി. അക്കൗണ്ടിൽ നിന്നോ? എൻ്റെ അക്കൗണ്ടിൽ നിന്നോ? വേണുവേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല, ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന്. അതിന് ലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചോട്ടെ, അക്കൗണ്ട് പണം പിൻവലിക്കാനുള്ളതാണല്ലോ. അല്ല, അതല്ല, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നേ? ഒന്നും രണ്ടും അല്ല, 10 ലക്ഷം രൂപയാ പിൻവലിച്ചിരിക്കുന്നത്. 10 ലക്ഷോ? കൃത്യം പറഞ്ഞാൽ 10,70,830 രൂപ എടുത്തു. ഈ പൈസ ഒറ്റ ദിവസം എടുത്താ ഇത്രയും രൂപയും കൊണ്ട് എന്ത് കാര്യം ലക്ഷ്മി ചെയ്തേ? അതാ അറിയത്തില്ലാത്ത. ഒരു നിമിഷം വേണു ഞെട്ടിപ്പോയി. വേണുവേട്ടാ, സത്യം പറ, വേണുവേട്ടൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാവോ? എനിക്ക് എന്ത് കാര്യങ്ങൾ അറിയാന്നാ ശൈലജ നീ പറയണേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട് ലക്ഷ്മി. ഇപ്പൊ കണ്ടില്ലേ? അല്ല, ഈ പൈസയൊക്കെ അങ്ങനെ അവരുടെ അക്കൗണ്ടിൽ, അത് മാസം ഞാനൊരു തുകയിട്ട് കൊടുക്കുന്നുണ്ട് ലക്ഷ്മിക്ക്. അങ്ങനെയാണെങ്കിലേ ലക്ഷ്മി എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഈ കള്ളത്തരം തൊണ്ടി സഹിതം പിടികൂടി ഞാൻ വേണുവേട്ടൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ
വേണുവേട്ടൻ എത്രയും പെട്ടെന്ന് ലക്ഷ്മിനോടൊന്ന് പറഞ്ഞു വേണം. അതിന് വേണുവേട്ടന് സാധിക്കുമെന്ന് ചോദിച്ചു. നീ എന്തൊക്കെ ശൈലജ പറയണേ? ഞാൻ കൊണ്ടുതരാം, തെളിവ് സാധ്യത ഞാൻ വേണുവേട്ടൻ്റെ അടുത്ത് കൊണ്ടുവരാം. അതും പറഞ്ഞ് ശൈലജ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വേണു ഇങ്ങനെ ആലോചിച്ചു. ഒന്നും മനസ്സിലാകുന്നില്ല എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. തൻ്റെ ലക്ഷ്മിക്ക് തന്നെ വഞ്ചിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഒരിക്കലും വഞ്ചിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഇതിനുശേഷം പല്ലവിയും സേതുവിനെയും കൂടെ പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഒരു സ്റ്റാഫ് വിളിപ്പിക്കുകയാണ്. അങ്ങനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരങ്ങോട്ടേക്ക് വന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പല്ലവി വെച്ചു, അല്ല എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? കാര്യം എന്താ വെച്ചാൽ പറ. അത് പിന്നെ എനിക്കൊരു അർജന്റ് കാര്യം പറയാനുണ്ട്. അല്ല കാര്യം എന്താ വെച്ചാൽ പറഞ്ഞില്ല. പൂർണിമ ടെക്സ്റ്റൈൽസിനെ കുറിച്ചാണ് പറയാനുള്ളത്. പൂർണിമ ടെക്സ്റ്റൈൽസ് ഇപ്പം മുങ്ങിക്കൊണ്ടിരിക്കുക. പൂർണിമ ടെക്സ്റ്റൈൽസ് മുങ്ങിക്കൊണ്ടിരിക്കുക, ശരിക്കും പറഞ്ഞാൽ മുക്കിക്കൊണ്ടിരിക്കുക എന്ന് തന്നെ വേണം പറയാനായിട്ട്. മുക്കിക്കൊണ്ടിരിക്കണം. ആര്? ആ ഇന്ദ്രൻ. അയാൾ ആ കമ്പനി കയറിയതിന് ശേഷം പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ അധോഗതിയാ. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ ടെക്സ്റ്റൈൽസ് പൂട്ടിപ്പോണ്ടായിട്ട് വരും. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എനിക്ക് മാധവ സാർ ഇന്നപ്പോൾ തൊട്ട് ആ കടയുമായിട്ട് ഷോപ്പായിട്ട് ബന്ധമുണ്ട്. അപ്പം അത് തകർന്നു പോവാന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞേ. നിങ്ങളും അവിടെ കുടുംബത്തിലെ ആൾക്കാരാണല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങളോട് പറയാമെന്ന് കരുതി വന്നതാ. ഇനിയും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരാവുമെന്ന് കരുതിയാണ് വന്നത്. അല്ല കാര്യം എന്താ വെച്ചാൽ പറ. അപ്പോഴേക്കും അയാൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അതെന്താന്ന് കാണിക്കുന്നില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതു സത്യമാണ് ഏട്ടാ പറയണേ. സത്യമാ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. പിന്നീട് അയാൾ അങ്ങോട്ടേക്ക് പോയി. പൂർണ്ണിമ സേതുവിനോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും സേതുവേട്ടാ? എനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചല്ലേ മതിയാവൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഋതുവിനെ പോയി കാണാം. എന്നിട്ടോ അവളോട് കാര്യങ്ങൾ സംസാരിക്കാം. ബെസ്റ്റ്. ഋതുവിനെ പോയി കണ്ട അവള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൾ ഇന്ദ്രനെ തലയെ കയറ്റി വെച്ചിരിക്കുക. അവൾ ഒരിക്കലും ഇന്ദ്രനെ തള്ളി പറയാൻ കൂട്ടാക്കില്ല. നമ്മൾ കള്ളത്തരം പറയുന്നതെന്ന് അവള് പറയുള്ളൂ. അത്രയ്ക്ക് വിശ്വാസമല്ലേ അവൾക്ക് അവളുടെ ഇന്ദ്രനെ. ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അത് ശരിയാ. ഇപ്പിനി എന്ത് ചെയ്യും? പല്ലവി പറഞ്ഞു, പറയാതിരുന്നിട്ട് കാര്യമില്ല. നാളെ ഒരു തവണ ഒരു ചോദ്യം ഉണ്ടാകത്തില്ലേ, നിങ്ങൾ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞേക്കാം. ഇന്ദ്രന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞേക്കാം. ഇനിയിപ്പം നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നേ? അതിന്റെ ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. അങ്ങനെ ഒടുവിൽ പല്ലവി പറഞ്ഞു, ഞാൻ തന്നെ പോയി പറയാം, ഞാൻ തന്നെ ചെന്ന് സംസാരിക്കാം. ഒടുവിൽ ഋതുവിനെ കാണാനായിട്ട് പല്ലവി ചെന്നു. പല്ലവി എന്ന് കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു, എന്താ ഋതു? അല്ല എന്താ പല്ലവി, എന്നെ കാണണമെന്ന് പറഞ്ഞെന്താ? ഞാൻ കുറച്ച് തിരക്കില്ല. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, തിരക്കാവൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട് ഇപ്പോൾ. എന്ത് കാര്യം? അതെ, പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് മുങ്ങിക്കൊണ്ടിരിക്കുവാന്നോ? അതെ, ഇവിടെ വലിയ അഴിമതി ക്രമക്കേടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഋതു നീ ഇതൊന്നും അറിയുന്നില്ലേ? ഋതു പറഞ്ഞു, ഇവിടെ ഒരു അഴിമതിയും നടക്കുന്നില്ല, അതൊക്കെ വെറും തോന്നല് മാത്രമാ. അല്ല ഋതു, ഇന്ദ്രൻ ഈ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അത് നീ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ നോക്കുന്നത്. പിന്നെ എങ്ങനെയാ? നിന്റെ കണ്ണ് വെട്ടിച്ചിരിക്കും അവന് പലതും ചെയ്ത് കൂട്ടുന്നുണ്ട്, അത് നീ ഒന്നും കാണാത്ത. ഇവിടെ കമ്പനിയിൽ സ്റ്റാഫ് വന്ന് ഞാൻ എന്നോട് ആ കാര്യം പറഞ്ഞേ. സ്റ്റാഫ്? ഏത് സ്റ്റാഫ്? അതിപ്പോൾ പുറത്തു പറയാൻ പറ്റില്ല, കാരണം അത് ആ സ്റ്റാഫിന്റെ ജോലിയെ ചിലപ്പോൾ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളത് പറയില്ല, ആരാ എന്താ ഏതാന്നൊക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് അധികം വൈകാതെ പൂട്ടിപ്പോവും. ആ എന്തിനെ പിടിയില്ല പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ഇപ്പം. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, ഇതേ പല്ലവിക്ക് അറിയാലോ ഈ ടെക്സ്റ്റൈൽസ് എടുത്ത് നോക്കി നടത്താനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജിത്തിനെ കൂടെ കൂട്ടിയത്. ജിത്ത് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാ. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്കും വെടുപ്പിനും ചെയ്യും. പിന്നെ കുറേ സെക്ഷനിലൊക്കെ ജിത്ത കൈകാര്യം ചെയ്യുന്നത്. അതാ പറഞ്ഞത്, അയാൾ കൈകാര്യം ചെയ്യുന്ന ആ സെക്ഷനിലെല്ലാം ക്രമക്കേടുകളും കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതെന്താ ഋതു മനസ്സിലാക്കാത്തേ? ഋതുവിന് പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പല്ലവി പറഞ്ഞു, വിശ്വാസം വരുന്നില്ലല്ലേ? എനിക്കറിയാം, സ്വന്തം ഭർത്താവിനെ അവിശ്വസിക്കാനായിട്ട് ആരും തയ്യാറാവത്തില്ല. ഋതു പറഞ്ഞു, ഇത് പറയാനാണ് പല്ലവി വന്നിരിക്കുന്നത്. പല്ലവി, ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. അതോർത്ത് ഇനി പല്ലവി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പല്ലവി പോകാൻ നോക്ക്, എൻ്റെ സമയം വെറുതെ മെനക്കെടുത്താതെ. അപ്പോഴേക്കും പല്ലവി എഴുന്നേറ്റു. പല്ലവി പറഞ്ഞു, ഞാൻ പോകാൻ തന്നെ വന്നത്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. അവസാനം കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ഋതു ചോദിച്ചു, അല്ല ഇതിന് വല്ല തെളിവുണ്ടോ? തെളിവ് ഞാൻ കൊണ്ടുവരാം. തെളിവും കൊണ്ടേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുവുള്ളൂ. ഇന്ദ്രൻ്റെ കള്ളക്കളി അടങ്ങിയ തെളിവ് അത് ഞാൻ കൊണ്ട് ഹാജരാക്കിയിരിക്കും. ധൈര്യമായിട്ടിരിക്കുക ഋതു എന്നും പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഋതു ആലോചിച്ചു, സത്യസന്ധമായിട്ട് നോക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമോ. എന്തോ മനസ്സിലൊരു കരട് കയറി. ഇന്ദ്രൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. കാരണം നല്ല ബ്രാൻഡിൻ്റെ തുണി എടുത്തു കൊടുക്കുന്ന സ്ഥാനത്ത് വല്ല വിലയില്ലാത്ത തുണി എടുത്തോണ്ടൊന്നും ബ്രാൻഡാന്ന് പറഞ്ഞ് കൊടുക്കുക, അതൊക്കെ ചതിയല്ലേ. എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നു. അത് പല്ലവി പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഋതുവിന് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നൊരു ചിന്തയായിരുന്നു ഋതുവിൻ്റെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ.
ഈ സമയത്ത് പല്ലവി സേതുവിൻ്റെ അടുത്ത് ചെന്നു. സേതുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സേതുവേട്ട നമ്മൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടില്ല അവൾക്ക് തെളിവ് വേണമെന്ന് പറഞ്ഞേ. തെളിവോ? അതെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും പല്ലവി? എന്ത് ചെയ്യാനാ? നമുക്കൊരു കാര്യം ചെയ്യില്ല, തെളിവിന് വേണ്ടി അയാളെ പൊക്കിയാലോ? ഏതാളെ? അല്ല, പൂർണ്ണമ്മയുടെ സഹോദരൻ പ്രതാപനെ. അല്ല, പ്രതാപനെ പൊക്കിയിട്ട് എന്ത് ചെയ്യാനാ? അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. അങ്ങനെ ആ കളി ജയിക്കുകയോ തോൽക്കുകയോ നമുക്ക് കാണാം. നമുക്ക് ഇന്ദ്രനെതിരെ തെളിവുകൾ ഉണ്ടാക്കാൻ പറ്റിയ സമയം അത്. ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ കാണുന്നുള്ളൂ. പ്രതാപനെ കൈയോടെ പിടികൂടുക. പ്രതാപനെ കൈയോടെ പിടികൂടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്താൽ മതി. ഒടുവിൽ സേതു സമ്മതിച്ചു പ്രതാപനെ കണ്ട് ഇന്ദ്രനെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.